കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി ഉമ്മറിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകാൻ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറാകണമെന്ന് KRTA. എടത്തനാട്ടുകര ഉപ്പുകുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട വട്ടമണ്ണപ്പുറം MES പടിയിലെ വാലിപ്പറമ്പൻ ഉമ്മറിന്റെ കുടുംബത്തിലെത്തി അനുശോചനം അറിയിച്ചു. ഇവിടുത്തെ അതായത് ഈ വന്യജീവി ആക്രമണത്തിൽ നിന്നും വിഷജന്തുക്കളുടെ ആക്രമണത്തിൽ നിന്നും നിരന്തരം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറം ജില്ലയിലുണ്ടായ അപകടം, അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് നമ്മുടെ ഈ സഹോദരൻ പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ ഒരു അപകട മരണത്തെ തുടർന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കണമെന്ന് നമ്മൾ അധികാരപ്പെട്ട ആളുകളോട് എത്തിക്കുകയാണ്. അതായത് സംസ്ഥാനത്തെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് അതിന് വേണ്ട നടപടികൾ എത്രയും വൈകാതെ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലുള്ളൊരു അവസ്ഥ ഇനിയും ആർക്കും വരാതിരിക്കാൻ വേണ്ടി പരമാവധി അധികാരികൾ ഇതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. മറ്റുള്ള കുറച്ച് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളിൽ ഇപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കനിവിൻ്റെ പ്രസിഡന്റ് സന്തോഷ് കുമാർ ഹോസ്പിറ്റൽ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് അമൃതയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വരാൻ കഴിയാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. എന്തായാലും ഞങ്ങളും ഈ കുടുംബത്തോട് അനുശോചനം ഏർപ്പെടുത്തുന്നു. ഈ ദുഃഖത്തിൽ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അത് അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഈ വിവരങ്ങൾ അറിയിക്കാം. നമ്മളിവിടെ വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരുടെ നമ്മൾ പങ്കുചേരുക. നമ്മളിപ്പോൾ തൊഴിലാളി, തോട്ടം തൊഴിലാളിയാണ്. സ്വന്തമാണെങ്കിൽ നമ്മളോടെയുള്ള പണി തന്നെയാണല്ലോ വേഗം ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ ഘട്ടത്തിൽ നമ്മൾ ദുഃഖത്തിൽ പങ്കുചേർന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നത് ഞങ്ങൾ ആലോചിച്ച് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിനെ ഞങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ വന്നതാണ്. ഇത് നിരന്തരം ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം, ഇപ്പോൾ ടാപ്പിങ്ങുകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താ പറഞ്ഞാൽ അവർ രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയിട്ട് ഈ തൊഴിൽ ചെയ്യുന്നത്. അപ്പോൾ ആ തൊഴിൽ ചെയ്യുന്ന അവർക്ക് വേണ്ട സംരക്ഷണം സർക്കാരിൽ നിന്ന് കിട്ടണം പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം പ്രാവർത്തികമാകാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് സർക്കാരിലേക്ക് എത്തിക്കാനും അതിന് വേണ്ട നടപടികൾ എടുക്കാനും എല്ലാം ഞങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളെ ഈ സംഘടന രൂപീകരിച്ചുകൊണ്ട് അതിനുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഓരോ ദിവസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എല്ലാ മേഖലയിലും, ഈ മലയോര മേഖലകളിലെല്ലാം ടാപ്പിംഗ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രതിഷേധം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മനുഷ്യന് സംരക്ഷണമാണ് വേണ്ടത്, വന്യമൃഗങ്ങൾ. അതായത് ഇപ്പോൾ നിരന്തരം പന്നി, കടുവ, ആന, അതേപോലെ എല്ലാ മൃഗങ്ങളും നാട്ടിൻ പുറത്തേക്ക് മനുഷ്യനാണ് ഉപദ്രവങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് രക്ഷ നേടണമെങ്കിൽ സർക്കാരിൻ്റെതായ നല്ലൊരു ഇടപെടൽ ഉണ്ടായിരിക്കണം. പറച്ചിൽ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് ഞങ്ങളത് ശ്രമിക്കും. അതിനായിട്ട് ഞങ്ങൾ ഏതറ്റം വരെ പോകണമെങ്കിലും എല്ലാവരും കൂടി ആലോചിച്ച് സംസ്ഥാനത്ത് സർക്കാരിനെ അറിയിച്ച് വേണ്ട രീതിയിൽ. കേരള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി അസോസിയേഷൻ KRTA പാലക്കാട് ജില്ലാ സെക്രട്ടറി സുന്ദരൻ, വൈസ് പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ മധു CK, വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി, സ്റ്റേറ്റ് കമ്മിറ്റി അംഗം രാജഗോപാലൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. ഉമ്മറിന്റെ വിയോഗം കുടുംബത്തിനുണ്ടായ തീരാ നഷ്ടമാണെന്നും ടാപ്പിംഗ് തൊഴിലാളിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകാൻ സർക്കാർ ഉടൻ തയ്യാറാകണമെന്നും KRTA റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി അസോസിയേഷൻ ഭാരവാഹികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും തുടർന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മലപ്പുറം ജില്ലയിൽ സംഭവിച്ച മാതിരി കടുവ പിടിച്ചിട്ടുള്ള ഒരു മരണം നമ്മുടെ സഹോദരൻ മരിക്കുകയുണ്ടായി. അതേപോലെയുള്ളൊരു അപകടം ഇപ്പോൾ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഒരാനയുടെ ചവിട്ടേറ്റ് ഒരു സഹോദരൻ മരണപ്പെട്ടു. അതിനെ തുടർന്ന് ഞങ്ങളും ആ ദുഃഖത്തിൽ അനുശോചനം ഏർപ്പെടുത്തുന്നു. ഞങ്ങൾ അതിന് വേണ്ടി ഇവിടെ വന്നതാണ്. ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനു വേണ്ടി ഞങ്ങളെ സംരക്ഷിക്കണം. ഞങ്ങളുടെ ഒരു സഹോദരനാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇത് നാളെ ചിലപ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ മറ്റുള്ള കുടുംബത്തിലെയും തീരെ നിവൃത്തിയില്ലാത്ത കുടുംബത്തിലെ അംഗത്തിനും ഇതുപോലൊരു കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ ഒരു അപകടം സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും അങ്ങനെ അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ അധികാരികൾ കണ്ണു ചീമ്പിയിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായി തന്നെ ഇത് സംഘടനപരമായും ഞങ്ങൾ ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങും തന്നെ ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം അധികാരികളിൽ നിന്നും ഉണ്ടാവണം. ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും കണ്ണടയ്ക്കരുത്.
ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കണം. ഇതുപോലുള്ള ഒരു മരണം ഇനിയും സംഭവിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ പാലക്കാട് ജില്ല KRTA കനിവ് എന്നുള്ള ഞങ്ങളുടെ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ വരികയും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസിഡന്റായ സന്തോഷ് കുമാർ എന്ന വ്യക്തിക്ക് ഇപ്പോൾ എറണാകുളം ഹോസ്പിറ്റൽ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കേണ്ടി വന്നതിനാൽ അദ്ദേഹത്തിന് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. എന്നാലും ഈ ദുഃഖത്തിൽ അദ്ദേഹം പങ്കുചേരുന്നു. അതുപോലെ തന്നെ എൻ്റെ പേരും മധു, ഞാൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റും സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് സുന്ദരൻ, ഇദ്ദേഹം കോങ്ങാടാണ് താമസം. അതുപോലെ തന്നെ കല്ലടിക്കോട് കരിമ്പ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റായ നാരായണൻകുട്ടിയേട്ടൻ മണ്ണാർക്കാട് തച്ചമ്പാറ ഉള്ള ആളാണ്. ഞങ്ങളെല്ലാം ഈ വിവരം അറിഞ്ഞ് ഇവിടെ നിന്ന് എത്തിപ്പെടാൻ വളരെയധികം കഷ്ടപ്പെട്ടെങ്കിലും ഇതുപോലുള്ളൊരു അവസ്ഥ ഇനിയും തുടർന്ന് ഉണ്ടാവാതിരിക്കാൻ ദയവായി അധികാരികൾ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങളും ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടർന്ന് നടപടികളിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിനീതമായി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ അപകടം നടന്ന ആന ഉപദ്രവിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു തൊഴിലാളിയാണ്, ടാപ്പിങ്ങാണ്. അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിൽ ദുഃഖത്തിൽ പങ്കുകൊണ്ടാണ് ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ സന്ദർശിക്കാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ കണ്ട് ആ ദുഃഖത്തിൽ പങ്കുകൊള്ളാനുമാണ് ഞങ്ങൾ ഈ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളെ ഈ അംഗങ്ങളെ അയച്ചിരിക്കുന്നത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. അതിന് വേണ്ട ഞങ്ങളുടെ ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടാപ്പിംഗ് തൊഴിലാളികൾ നേരവും സമയമില്ലാതെ രാത്രി ഇറങ്ങി തൊഴിൽ ചെയ്യുന്നവരാണ് അവരുടെ കുടുംബത്തെ പോറ്റാനായിട്ട്. പോറ്റാനായിട്ട് ആ കുടുംബത്തിലെ നാഥനാണ് ഈ അപകടം വന്ന് നശിച്ചിരിക്കുന്നത്, ഈ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഈ സർക്കാർ രംഗത്ത് വരണം. വേണ്ട രീതിയിൽ മനുഷ്യജീവന് സംരക്ഷണം നൽകാനായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. ഈ മലയോര പ്രദേശങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരും ഉടമസ്ഥരും ജീവിക്കുന്നവർക്കും യാതൊരു ആപത്തുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൽ ഉന്നത തലങ്ങളിൽ നിന്ന് ഇടപെടണം. വേണ്ട കാര്യങ്ങൾ കൃത്യസമയാസമയങ്ങളിൽ ചെയ്ത് മനുഷ്യൻ്റെ ജീവന് സംരക്ഷണം നൽകണമെന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ ആവശ്യം. അത് എത്രയും പെട്ടെന്ന് സർക്കാർ ചെയ്യണം. കണ്ണടയ്ക്കരുത്, കണ്ണ് തുറന്നിരിക്കണം, ജീവനെ നഷ്ടപ്പെടരുത്. ഇവരെല്ലാം ഉദ്യോഗസ്ഥരായിരിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ അവർക്ക് കുഴപ്പമില്ലാതായിരിക്കുന്നു. പക്ഷേ പ്രദേശങ്ങളിൽ തൊഴിൽ ചെയ്ത് പ്രദേശങ്ങളിലെല്ലാം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുടെ ജീവിതം എല്ലാം ഏത് നിമിഷം അപകടം സംഭവിക്കും. എല്ലാ മൃഗങ്ങളും പന്നി, ആന, കടുവ, പുലി, എല്ലാ സാധനങ്ങളും മനുഷ്യൻ്റെ കൃഷിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഇനി അങ്ങനെ ഒരു അവസ്ഥ വരാതെ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സർക്കാരിൻ്റെതായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും പ്രദേശത്തെ കൃഷിഭൂമികൾ സംരക്ഷിക്കുന്നതിനും ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ തൊഴിലാളികളുടെ ജീവന് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ട നടപടികൾ വനം വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും KRTA പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രദേശത്ത് ഇനിയും വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ KRTA എന്ന സംഘടന കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ടാപ്പിംഗ് തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് വനം വകുപ്പ് ഓഫീസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും സമരപരിപാടികളും തൊഴിൽ ബഹിഷ്കരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമെന്നും KRTA പാലക്കാട് ജില്ലാ കമ്മിറ്റി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു.